ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഒരു കാറ് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് ഗിയർ മാറ്റുന്നതിനിടയിൽ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ഒരു ലേറ്റൻസി വരും. അതായത് കറക്റ്റായിട്ടുള്ള ഒരു ടൈമിങ്ങിൽ ക്ലച്ചിലേക്ക് കാലെടുത്ത് ചവിട്ടി ഗിയർ മാറ്റത്തില്ല. ഒന്നെങ്കിൽ ഫുൾ ക്ലച്ച് ചവിട്ടത്തില്ല, ഒരു ഹാഫ് ക്ലച്ചൊക്കെ ചവിട്ടിയിട്ട് ഗിയർ മാറ്റും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. അതുപോലെ തന്നെ ഈ ക്ലച്ചിലേക്ക് കാല് വരാനായിട്ടുള്ള ലേറ്റൻസി കൊണ്ട് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ പലപ്പോഴും വണ്ടി റോഡിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. എന്നാൽ ലേറ്റൻസി ഇല്ലാതെ റോഡ് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മളുടെ കാല് ക്ലച്ചിലേക്ക് എടുത്തു വെച്ച് ഡ്രൈവ് ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു വാഹനത്തെ കോൺഫിഡൻസോടെ റോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്ലച്ചിനെ ലേറ്റൻസി ഇല്ലാതെ നമുക്ക് എങ്ങനെ കാല് ഉപയോഗിച്ചുകൊണ്ട് ബാലൻസ് ചെയ്യാം, കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ക്ലച്ച് എങ്ങനെ നമുക്ക് ഗിയർ മാറ്റുന്നതിനിടയിൽ യൂസ് ചെയ്യാം, ഫുൾ ക്ലച്ച് എങ്ങനെ കറക്റ്റായിട്ട് ചവിട്ടിക്കൊണ്ട് ഗിയർ മാറ്റാം, ആ ടൈമിലുള്ള ക്ലച്ച് റിലീസിങ്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ പതിവ് പോലെ വാഹനം ഓടിച്ചു പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാവിധ നന്ദിയും പറയുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ എനിക്ക് നിങ്ങളോട് കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരോട് നിർബന്ധമായിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ക്ലച്ചിനെ ലേറ്റൻസി ഇല്ലാതെ ഓടിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കണം. അതായത് ഇതിന് കൂടുതൽ ഒരു പ്രാധാന്യം നൽകി നിങ്ങൾ ഉപയോഗിക്കണം. കാരണം ഒരുപാട് പേര് ഈ ക്ലച്ചിനെ ബാലൻസ് ചെയ്യാൻ കഴിയാത്തവരാണ്. ഒരുപാട് പേര് ലേറ്റൻസി വരുത്തും, ഗിയർ ഇടുമ്പോൾ ക്ലച്ച് ചവിട്ടത്തില്ല, വാഹനം എടുക്കുന്ന സമയത്ത് നിരന്തരം ഓഫായി പോകും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു പ്രാക്ടീസ് എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിന് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫ്ലോറിൽ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ കാല് ക്ലച്ച് പെഡലിന് നേരെ ഇതുപോലെ നിങ്ങൾ പ്ലേസ് ചെയ്ത് വെക്കുക. നിങ്ങൾ നോക്കിയാൽ ഇതുപോലെ. എന്നിട്ട് ഇവിടെ ക്ലച്ച് ഉപയോഗിക്കുമ്പോഴുള്ള 2-3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ഗിയർ മാറ്റുമ്പോൾ നമ്മളുടെ കാലിൻ്റെ അടിഭാഗം ഫ്ലോറിൽ വെച്ചിട്ട് ഇങ്ങനെയല്ല ക്ലച്ച് ചവിട്ടേണ്ടത്. ഇങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാലം ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കാലിന് പെയിൻ വരും. മനസ്സിലായി? ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ഇടത്തെ കാലിനെ ഫ്രീ ആക്കണം. അതായത് ഈ ക്ലച്ച് പെഡലിന് മേളിൽ നമ്മളുടെ കാലിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ വെക്കുന്നു, ഇടത്തെ കാലിനെ ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് ചവിട്ടുക, നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഹാഫ് ക്ലച്ച് ഒക്കെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്നു, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതിയെ കാലയച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്യാം. ഇവിടെ ചില ആൾക്കാർക്ക് ഇതിലൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം പറയുന്നവരുണ്ട്. അതായത് ഈ ഫ്ലോറിൽ കാല് വെച്ചുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ബാലൻസ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നവരുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാണ്. ഫ്ലോറിൻ്റെ എൻഡിൽ എൻ്റെ കാലിൻ്റെ അടിഭാഗം ഞാൻ ഇങ്ങനെ മുട്ടിച്ചാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ കാലിൻ്റെ നടുഭാഗത്ത് ഈ ക്ലച്ച് പെഡലിൽ വന്നേക്കുവാണ്. അതായത് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കാല് ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ കാലിന് നല്ല പെയിൻ വരും. അതൊരു പ്രോപ്പർ റിലീസിങ്ങും അല്ല, ഒരു കറക്റ്റായിട്ടുള്ള ഒരു ബാലൻസിങ്ങും അല്ല. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾ ക്ലച്ചിനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു പോയിന്റ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. അതായത് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ക്ലച്ച് ഉപയോഗിക്കേണ്ട ടൈമിനെ നേരത്തെ മനസ്സിലാക്കിയെടുക്കണം. അതായത് പെട്ടെന്ന് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോൾ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അതിനെന്ത് ചെയ്യണം, നിങ്ങളുടെ കാല് ക്ലച്ച് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, ഇത്തിരി നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാലെടുത്ത് ഇവിടെ അങ്ങ് വെച്ചേക്കുക, പ്ലേസ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുക, ഗിയർ ഇടുക. ഇട്ടതിന് ശേഷം ഓക്കെ ആയി, ഇനി ക്ലച്ചിൻ്റെ യൂസ് റോഡിൽ ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാലെടുത്ത് നമുക്ക് ഫ്ലോറിലേക്ക് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് പിടി കിട്ടിയല്ലോ. ഇനി ഞാൻ കുറച്ച് ടെക്നിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം, എപ്പോഴൊക്കെ ക്ലച്ച് ഉപയോഗിക്കണം, അതായത് ലേറ്റൻസി ഇല്ലാതെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കാണിക്കാം. അതിന് എൻ്റെ വലത്തെ കാല് നിങ്ങൾ നോക്കി ഇങ്ങനെ നേരെ ബ്രേക്കിലേക്ക് പ്ലേസ് ചെയ്തു, ഇടത്തെ കാല് ക്ലച്ചിൻ്റെ നേരെ ഇങ്ങനെ പ്ലേസ് ചെയ്തു, പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വാഹനം എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നിങ്ങൾ ടെക്നിക്ക് കാണുക. അതായത് ഇപ്പോൾ ഇടത്തെ കാലിൽ എൻ്റെ ഫ്രീ ആക്കിയേക്കാണ്. ഇനി ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള പോയിൻ്റാണ്. ഇവിടെ മറിഞ്ഞിരിക്കുന്ന ഒരു ട്രിക്കുണ്ട്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മളൊരു വാഹനത്തെ ക്ലച്ചിൽ ഉരുട്ടാനല്ല അല്ലെങ്കിൽ നീക്കാനല്ല നോക്കേണ്ടത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ക്ലച്ച് ഉപയോഗിച്ച് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലച്ചിൽ വണ്ടി നീക്കാൻ നോക്കരുത്. ക്ലച്ചിൽ നിന്ന് അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് കണ്ടുപിടിച്ച് വണ്ടി ഓഫ് ആകാതെ വണ്ടി അങ്ങനെ തന്നെ നിർത്തണം.
അതായത് ചിലർ ആൾക്കാർ ക്ലച്ച് ഒന്ന് അയച്ചു വരുമ്പോൾ തന്നെ വണ്ടി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങും, അല്ലെങ്കിൽ ചിലർക്ക് ക്ലച്ച് അയക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകും. അപ്പം വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ പോകാത്ത പരുവത്തിന് ക്ലച്ചിൽ നിന്ന് ഇതുപോലെ കാലയച്ചു വരിക. ഇങ്ങനെ കാലയച്ചു വരുന്ന സമയത്ത് ഇപ്പം ഞാൻ കറക്റ്റായിട്ടുള്ള ആ പോയിന്റ് വന്നു. ഇങ്ങനെ കാലയച്ചു വരുന്ന സമയത്ത് ഞാൻ ക്ലച്ചിനെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്താണ് പിടിച്ചേക്കുന്നത്. മനസ്സിലായോ? ഈ പോയിന്റ് ഇങ്ങനെ പഠിക്കണം. ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് ആക്സിലറേഷൻ കൊടുക്കണം. എത്ര ശ്രമിച്ചാലും പല ആൾക്കാരും വാഹനം പഠിക്കുന്നവർ ആക്സിലറേഷൻ കൊടുക്കാറില്ല. വാഹനം എടുക്കുമ്പോൾ പേടിയാണ്, വണ്ടി സ്പീഡ് കൂടിപ്പോകുമോ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഇരച്ച് നിൽക്കുമോ എന്നുള്ള പേടിയാണ്. ഒരിക്കലും നിങ്ങൾ ആ പേടി വെക്കരുത്. നിങ്ങൾ ആക്സിലറേഷൻ നിർബന്ധം കൊടുക്കണം. കാരണം കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്, വണ്ടി മുന്നോട്ടും പിന്നോട്ടും പോകുന്നില്ലെങ്കിൽ നമ്മളിവിടെ ഇതുണ്ടോ എത്ര ആക്സിലറേഷൻ കൊടുത്താലും വണ്ടി നീങ്ങത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ആക്സിലറേഷൻ എത്ര കൊടുത്താലും വണ്ടി നീങ്ങത്തില്ല. നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇപ്പം ബാലൻസ് ചെയ്ത പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ വണ്ടി നീങ്ങത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഈ പോയിന്റിനെ ബാലൻസ് ചെയ്ത് വണ്ടി മുന്നോട്ടും പിന്നോട്ടും പോകാത്ത പരുവത്തിനാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ എടുത്തെടുത്ത് ആക്സിലറേഷൻ നിങ്ങൾ കൊടുത്തു നോക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി നീങ്ങത്തില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കണം. ഇത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയച്ചപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി എനിക്കിവിടെ എടുക്കാനായിട്ട് കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്കൊരു വാഹനത്തെ ഫസ്റ്റ് ഗിയറിൽ എടുക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അടുത്തൊരു ഗിയർ ഇടുമ്പോൾ സെക്കൻഡ് ഇടുമ്പോൾ പല ആൾക്കാർ ഫുൾ ക്ലച്ച് ചവിട്ടത്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ടൈമിങ്ങിൽ എപ്പോഴാണ് ക്ലച്ച് ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്ക് വേണ്ടിയാണ് ഞാൻ ഇടത്തേക്കാല് ക്ലച്ചിൽ ഇവിടെ വെച്ചേക്കുന്നത്, ഫ്ലോറിൽ വെച്ചേക്കുന്നത്. അതിൻ്റെ ഒരു ടെക്നിക്ക് പറയാം. നമ്മളൊരു ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി മൂവ് ആയല്ലോ, സെക്കൻഡും കൂടെ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവായി, ഇടത്തേക്കാല് ക്ലച്ച് വെച്ചേക്കുവാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഇടുന്നു, ക്ലച്ച് ചെയ്യുന്ന കാലയക്കുന്നു. കണ്ടോ? ഇപ്പം നമ്മുടെ വണ്ടി കൃത്യമായിട്ടും സെക്കൻഡ് ഗിയറിലേക്ക് വീണു. ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ലേറ്റൻസി വരത്തില്ല. കൃത്യമായിട്ട് നമുക്ക് സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ ക്ലച്ച് ചവിട്ടി തന്നെ ഇടാം. അപ്പോൾ ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുത്താൽ എന്ത് ചെയ്യണം? സെക്കൻഡും കൂടെ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് മാറ്റിയാൽ മതി. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ഓർക്കുക. ഇനി ഞാൻ മറ്റൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇടത്തേക്കാല് ക്ലച്ച് പെഡലിലേക്ക് വെക്കണം. മനസ്സിലായോ? അതിങ്ങനെ പറയുന്നതിൻ്റെ കാര്യം, ഇടുങ്ങിയ റോഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി നമുക്ക് പെട്ടെന്ന് ഒരു ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു നിർത്തിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലച്ചേ വെക്കണം. ഇനി ക്ലച്ചേ വെക്കേണ്ട അടുത്തൊരു പോയിന്റ്, ഇവിടെ ഒരു ഗട്ടറും കുഴിയാണ്. ഇവിടെ വരുമ്പോഴും ക്ലച്ചേ കാല് വെക്കണം. കാരണം നമുക്കിവിടെ ബ്രേക്കിനോടൊപ്പം കൂടുതൽ ചിലപ്പോൾ ക്ലച്ച് ചവിട്ടേണ്ടി വരും. കാരണം ബ്രേക്ക് മാത്രം ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന അല്ലാത്ത തരത്തിലുള്ള ഗട്ടറുകളുണ്ട്. അവിടെ നമ്മൾ ബ്രേക്ക് കൂടുതൽ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകാൻ സാധ്യതയുണ്ട്. അവിടെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചിലേക്കും കൂടെ കാല് നിർബന്ധമായിട്ട് എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇപ്പം ഞാനിവിടെ ഒരു വളവെടുത്ത് വരികയാണ്. ഇവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. കണ്ടോ? ഇടത്തെ കാല് ക്ലച്ചിലൊന്ന് വെച്ചേക്കാണ്. കാരണം ചിലപ്പോൾ ഇൻ കേസ് എനിക്കിവിടെ വണ്ടി ഒന്ന് നിർത്തേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ക്ലച്ചിലേക്ക് അവിടെ കാല് വെക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങളുടെ വാഹനം സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നോ അവിടെ എല്ലാം ക്ലച്ചിലേക്ക് വരണം. ഇവിടെ നല്ലൊരു ഗട്ടർ വന്നു, എൻ്റെ ഇടത്തെ കാല് ഞാൻ ജസ്റ്റ് ക്ലച്ചിലേക്ക് എടുത്ത് വെച്ചേക്കാണ്. ഇവിടെ ഫ്ലോറിൻ്റെ എൻഡ് വെച്ചിട്ടില്ല. എന്നിട്ട് ഇവിടെ നല്ല ഗട്ടർ വന്നപ്പോൾ എന്ത് ചെയ്തു? ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ബ്രേക്ക് അയച്ചിറങ്ങുവാണ്. ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ബ്രേക്ക് അയച്ച് ഇറങ്ങുവാണ്. ഇതും നിർബന്ധമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ഇത്രയും ശ്രദ്ധ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ക്ലച്ചിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയർ പോകുന്നു, ക്ലച്ച് എന്ന് കാലയച്ചു. ഇനി വീണ്ടും നിങ്ങൾക്ക് ഫ്ലോറിൽ കാല് വെക്കാം. ഇനി എപ്പോഴാണ് തേർഡ് ഗിയർ കൊടുക്കുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഫോർത്ത് കൊടുക്കുമ്പോൾ ക്ലച്ച് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ തേർഡും ഫോർത്തും കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ തേർഡും ഫോർത്തും ഇടുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണല്ലോ. അപ്പം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിരപ്പായിട്ടുള്ള റോഡിൽ അടുത്ത ഗിയർ ഇടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകളെ ഓർക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, വണ്ടി മൂവ് ആയാൽ ഉടൻ, അത്യാവശ്യം റൺ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആക്സിലറേഷനിൽ നിന്ന് കാല് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി തേടിടുക. അപ്പോൾ അതിന് മൂവ് ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വെക്കണം. ഇപ്പം ഞാൻ ഉദാഹരണം കാണിക്കാം. ഞാൻ അടുത്ത ഗിയർ കൊടുക്കാൻ പ്ലാൻ ചെയ്തു, ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുന്നു. ഈ സെയിം ടൈമിൽ എൻ്റെ ഇടത്തെ കാല് ഞാൻ ക്ലച്ചിലേക്ക് എടുത്ത് വെച്ചേക്കാണ്. നിങ്ങൾ നോക്കിയേ. എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ആക്സിലറേഷൻ കുറയ്ക്കുന്നു. ആ ടൈമിൽ ക്ലച്ച് ഓട്ടുന്നു, തേടിടുന്നു, ക്ലച്ച് എന്ന് അയച്ചു. കണ്ടോ?
അപ്പോൾ ഈ പ്ലാനിങ് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനമാണ്. അടുത്ത ഗിയർ കൊടുക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ്. ഇപ്പം കണ്ടില്ലേ, 3rd ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇനി പോയി നമ്മൾ വീണ്ടും ഒരു നല്ല നിരപ്പായിട്ടുള്ള റോഡ് വന്നാലാണ് നമ്മൾ 4th കൊടുക്കുന്നത്. അപ്പോൾ 4th കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നല്ല മൂവ്മെൻറ്റ്സ്, ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുക. നമ്മൾ പ്ലാൻ ചെയ്യുന്നു, എതിരെ വണ്ടികളില്ല, വലിയ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചുതരാം. ഇതേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊരു മൂവ് ആക്കി, പ്ലാൻ ചെയ്തു, ഇടത്തെ കാല് ക്ലച്ച് വെച്ചു, ക്ലച്ച് പിടിച്ചു, 4th ഇട്ടു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. കണ്ടോ? അപ്പോൾ നമ്മുടെ വണ്ടി 4ാമത്തെ ഗിയറിലേക്ക് കറക്റ്റായിട്ട് വന്നു. ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എപ്പോൾ ക്ലച്ചിലേക്ക് വരണം? ഇതാണ് നിങ്ങൾക്ക് പലർക്കും സംശയം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിന് നമുക്ക് പ്ലാനിങ് നടക്കത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എപ്പോൾ സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി അങ്ങനെ ഏത് സിറ്റുവേഷൻ, ഇപ്പോൾ ഇതുവരെ ആൾക്കാർ നടന്നു പോകുന്നു, അല്ലെ എതിരെ ഒരു വണ്ടി വരുന്നു, കുഴി കാണുന്നു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുന്നമേ കണ്ടാൽ നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 4th വരുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം കണ്ടു, ഞാൻ നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചു, ക്ലച്ച് പിടിച്ച് 3rd കൊടുത്തു, മനസ്സിലായോ? എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. വീണ്ടും കയറ്റുന്നതിൻ്റെ അളവാണെങ്കിൽ നേരത്തെ ക്ലച്ചിലേക്ക് കാല് വരിക, വണ്ടി നിൽക്കാൻ നോക്കാതെ ക്ലച്ച് പിടിച്ച് 2nd കൊടുക്കുക. വീണ്ടും നല്ല കയറ്റമാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുക, ദേ 1st ഗിയറിലേക്ക് കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ വാഹനം ഒരു ഗിയറിൽ പോകുന്ന സമയത്ത് വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ ഏതോ, സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുണ്ടായിരിക്കാം, കുഴി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എതിരെ വാഹനങ്ങൾ വന്നതുകൊണ്ട് സ്ലോ ആക്കാം, അങ്ങനെ സിറ്റുവേഷൻ ഏതായിക്കോട്ടെ, ആ സിറ്റുവേഷൻ നമ്മൾ മുന്നമേ കണ്ടാൽ നേരത്തെ തീരുമാനമെടുത്ത് ഗിയർ ഡൗൺ ചെയ്യുക. 4th എന്ത് ചെയ്യണം? ക്ലച്ച് പിടിച്ച് 3rd കൊടുത്തിട്ട് മുന്നോട്ട് നീങ്ങി പോവുക. എന്നിട്ടും പോകത്തില്ല, ഇത്തിരും കൂടെ വാഹനം സ്ലോ ആകുന്നു തോന്നിയാൽ എന്ത് ചെയ്യണം? 3rd നിന്ന് 2nd നേരത്തെ ഇട്ടേക്കുക. 2nd പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? 1st കൊടുക്കുക. അപ്പോൾ ഇതിനൊക്കെ നേരത്തെ ക്ലച്ച് ചവിട്ടാനായിട്ട് ശ്രമിക്കണം. അതിന് നേരത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വെക്കുക, ഡൗൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡ്രൈവിങ്ങിൽ ക്ലച്ചിൻ്റെ റോൾ എന്ന് പറയുന്നത് ചെറുതല്ല, വലിയ റോളാണ് ക്ലച്ചിനുള്ളത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വാട്സപ്പ് നമ്പറും കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തത് കുറച്ച് നൈറ്റ് ആയിപ്പോയി. ഇന്ന് മറ്റ് കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇത്തിരി ലേറ്റ് ആയിപ്പോയി. എങ്കിൽ പോലും നമ്മുടെ വീഡിയോകൾ ഞാൻ പതിവായിട്ട് തന്നെ എല്ലാ ദിവസവും പരമാവധി തന്നെ ഷൂട്ട് ചെയ്തിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോകളെല്ലാം ഗുണം ചെയ്യുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷം. വീണ്ടും നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.